ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ. സോ ഇത് 3rd ഡേ ഇൻ ഇൽഫോർഡാണ്. ഞാനിപ്പോൾ ഇൽഫോർഡിൽ നിന്ന് ക്രോയിഡനിലോട്ട് പോവാണ്. ക്രോയിഡൻ ഇസ് ലൈക്ക് സംവാട്ട് ഔട്ടർ ഫ്രം ലണ്ടൻ. അപ്പോൾ മെയിൻ സിറ്റി അല്ല, ബട്ട് സ്റ്റിൽ അതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഞാൻ ഈസ്റ്റ് ക്രോയിഡൻ ആണെന്ന് തോന്നുന്നു. കാറ്റർഹാം ഓൺ ഹിൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ അതൊരു മലയുടെ മുകളിലൊക്കെയാണ്. അപ്പം അവിടെയാണ് എൻ്റെ കസിൻ, എൻ്റെ മെയിൻ ഹോം ഇൻ ലണ്ടൻ എന്ന് പറയുന്നത് അതാണ്, എൻ്റെ ഫാദറിൻ്റെ ഫാമിലി. സോ അവിടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ആൻഡ് മാളു ഒക്കെ രാവിലെ ഷിഫ്റ്റിന് പോയി, ലൈക്ക് ഏർലി ഇൻ ദി മോർണിംഗ്. സോ ഞാൻ അവർ പോകുന്ന പോലും കണ്ടില്ല. അഡൾട്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അവർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഷീൽ കം ഡയറക്ട്ലി ടു ഹോം. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് അടുത്താണ്. ഷീസ് വർക്കിംഗ് ഇൻ ബ്രോംലി ഐ തിങ്ക്. അപ്പോൾ ബ്രോംലിയും ക്രോയിഡനും ഏതാണ്ട് അടുത്താണെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. ഇവിടെ നിന്ന് ഇറ്റ് ഇസ് അറൗണ്ട് 2 hours. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് കംസ്. പക്ഷെ എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. അല്ല, എനിക്കെന്നെ വിശ്വാസം ഇല്ല, ബാക്കിയുള്ളവർക്ക് എന്നെ വിശ്വാസമുണ്ട് ഈ ട്രാവലിൻ്റെ കാര്യത്തിൽ മാത്രം. ഇവിടെ നിന്ന് ഒരു 20 minutes നടക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രെയിൻ കയറണം, ട്രെയിൻ കഴിഞ്ഞിട്ട് ബസ് എടുക്കണം, ട്രെയിൻ എടുക്കണം, എന്തൊക്കെയോ അയച്ചു തന്നിട്ടുണ്ട്. സോ അതൊക്കെ നോക്കി അവിടെ എത്തുവാണെങ്കിൽ കാണാം. ഒരുങ്ങി ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നത് എന്തൊരു കഷ്ടമാണ്. Guys, finally after taking 2 long trains I am at East Croydon. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ 466 ബസ്സിൽ ഒരു ഒരു 45 minutes ഉണ്ട്. നോട്ട് ഷുവർ. ലൈക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ്. ജസ്റ്റ് ഓക്കെ, കാറ്റർഹാം ഓൺ ഹിൽ, അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാന്ന് മാത്രം പറയാം. ആളും എനിക്ക് മുന്നേ മാപ്പും കാര്യങ്ങളൊക്കെ അയച്ചു തന്നുകൊണ്ട്, ഈവൻ ദോ ഐ ഹാവ് മാപ്പ്, അവളെനിക്ക് അയച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഞാൻ മുന്നേ പോയിക്കേ, പക്ഷേ കൺഫർമേഷന് രാവിലെ അവർക്കൊക്കെ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഓൾ വെന്റ് ഏർലി ഇൻ ദി മോർണിംഗ്. സോ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. പിന്നെ എനിക്കും എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ഓർത്ത് അവിടെ എന്തൊക്കെ ഇരിക്കുന്നത് എവിടെയൊക്കെ ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മീൻ പൊരിച്ചതിൻ്റെ മണമായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോഴും പോകുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്, ലൈക്ക് ഹോംലി ഫുഡ് ഉണ്ടാവാറുണ്ട്. സോ ഐ എം തിങ്കിങ് ഐ ഗെറ്റ് സംതിങ് ടു ഈറ്റ് ടുഡേ. ഫിഷ് ഫ്രൈ മാനിഫെസ്റ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. ബിക്കോസ് ഐ ആം വെരി വെരി സ്കെയർഡ് ടു ഗെറ്റ് മൈ ഫോൺ ലൈക്ക് ദിസ് ഇൻ എ hand distance in London. കഥകൾ ഭയാനകമാണ് ഗൈസ്. within a blink of an eye they'll just pick it up and run away like nothing happened. So ആകെ എനിക്കൊരൊറ്റ ഫോണേ ഉള്ളൂ. and I have an emotional connection with this, so I won't ever take it in public unless I'm so sure. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ്. Guys, we finally reached Croydon. We finally reached Caterham on Hill. ഞാൻ കഴിഞ്ഞ വട്ടം ഇവിടെ വന്നപ്പോൾ രാത്രിയാണിരുന്നു. അവിടെ കോടയൊക്കെ ഇറങ്ങിയിട്ട് നാട്ടിലൊരു പൊന്മുടി സെറ്റപ്പിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ അവിടെ ആണെങ്കിലും ഒരു പീക്കിലൊക്കെ പോയൊരു വൈബായിരുന്നു ഇവിടെ വന്നപ്പോൾ രാത്രി. ഇവിടെ ഞാനിപ്പോൾ ആ സ്റ്റോപ്പിലല്ല ഇറങ്ങിയത്, അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര ഗ്രീനറിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്തോ ബസ് സ്റ്റോപ്പിന് എന്തോ പണി നടക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ക്ലോസ്ഡ് ആണ്, അതായിരിക്കും ഇത്ര നടക്കേണ്ടി വരുന്നത്. മഴയാണ്, പക്ഷെ എനിക്കിവിടുത്തെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ എവറിത്തിങ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ വെൻ യു ഹാവ് ദി മാപ്പ് വിത്ത് യു. പിന്നെ ഇവിടെ സിറ്റി മാപ്പറൊന്നും ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് ശരിയില്ല യൂസ് ചെയ്യാനൊക്കൊന്നും. എല്ലായിടത്തെയും വെച്ചിട്ട് എനിക്കിഷ്ടമാണ് ലണ്ടനിലെ.
Even though it's crowdy, messy, I like going with the London transport. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 1.5 വർഷം അടുപ്പിച്ചാവുന്നുണ്ട്. And I've been to London like 4 times before, and this is my 5th time. അതല്ലാണ്ട് ഞാൻ വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പറ്റും പോലെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ I was obsessed with the outfits and stuff. So ഞാൻ കുറേ ഡ്രസ്സസൊക്കെ എടുക്കും എല്ലാ ദിവസവും മാറിയിടാനൊക്കെ. And I end up in a long trolley and stuff. So വരെ I just came out of a mind like, why outfit, just the place and stuff. പിന്നെ അവിടെ പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ ഇങ്ങനെയൊക്കെ. And I still remember that I came to London for the first time with a big trolley for like 4 days, and it's been my 3rd day in London today, and I just have this backpack, and that's a really interesting thing. I'm growing as a, you know, മറ്റേ സാഹചര്യം മനസ്സിലാക്കിയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളെപ്പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് I've been more disciplined while traveling എന്നും എനിക്ക് തോന്നുന്നുണ്ട്. സോ കാണിക്കാൻ പറ്റില്ല, കുഞ്ഞു പോണ്ടൊക്കെ ഉണ്ട്. It's so beautiful here. ഹലോ, വീഡിയോ കണ്ടും വഴി അങ്ങ് പോയിട്ടുണ്ട്. അയ്യോ സത്യം, ഞാൻ ഇവിടെ വന്നിട്ട് ആ വീഡിയോ എടുത്തിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും ഓർക്കും അത് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും മാളും എപ്പോഴും വന്നാൽ ഇവിടെയാണ് താമസിക്കാറ്. റൂം അത്യാവശ്യം ഓക്കെ സെറ്റപ്പ് ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, പറയാണ്ട് വന്നുകൊണ്ട്. ദിസ് ഈസ് ദ റൂം. ഇവിടെ ആയിരിക്കും ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അല്ലേ ഗൈസ്, പറയാണ്ട് വന്നത് കൊണ്ട് ആ റൂമിൽ വേറെ ആളുണ്ട്. അപ്പം നമ്മൾ ഈ റൂമിലാണ്. ഇതെങ്കിലും ഗൈസ് സ്റ്റാർട്ടേഴ്സ് കിട്ടി. ഇതെന്ത് മൊമോസാണ്? ഇതാണ് എൻ്റെ ചേച്ചി. നീ യൂട്യൂബിലിട്ട് വെറുതെ എന്നെ കൊളവാക്കരുത്, പോകരുത്. ഫേമസ് ആവട്ടെ. ഫേമസ് ആവണ്ട, ഫേമസ് ആയിരത്തോളം മതി. ഞാൻ അവിടെ നിന്ന് വന്നപ്പോ നല്ല പൊരിച്ചമീന്റെ മണം ഉണ്ടായിരുന്നു. അത് പ്രോഡക്റ്റ് എല്ലാം നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്, കല്യാണി എന്നാ പേര്. നല്ല റെസ്റ്റോറന്റ്. ബീഫ് മന്തി ഭയങ്കര ഇഷ്ടം. ബീഫോ? ബീഫ് മന്തി. UK വന്നിട്ട് ബീഫിന്റെ ഡിഷ് കിട്ടുന്നത് ടഫാണേ. ഒന്നീ ബീഫ് നന്നായിട്ട് വേവില്ല, അല്ലെങ്കിൽ അറിയാം. പക്ഷെ അവിടെ നിന്ന് കഴിച്ച ബീഫ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നാട്ടിലെ പോലെ നല്ല ഇങ്ങനെ ബീഫ് ഇങ്ങനെ ബോണിന് ഇങ്ങനെ ഊരിങ്ങനെ വരുമായിരുന്നു. പിന്നെ എന്നായിരുന്നു ഇതാ അവിടുത്തെ സ്റ്റാർട്ടർ. ഞാൻ അവിടെ പോകുമ്പോ സ്ട്രീറ്റ് വൺ പാനിപൂരി സ്റ്റാർട്ടർ. അവിടുത്തെ പാനിപൂരി ഓക്കെ, പക്ഷെ ബീഫ് മന്തി ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ ഫലൂഡ, അപ്പൊ ഞാൻ ടേക്കവേ എടുത്തു ഫലൂഡ. പോർഷൻസ് ഒക്കെ ഭയങ്കര ഡീസന്റ് റേറ്റോ, നല്ലതാ, കൺവീനിയന്റ് പ്രൈസസ് ആണ്. ബീഫ് മന്തി എത്രയാ എനിക്കറിയത്തില്ല, കുറെ നാളായേ പോയിട്ട്. എനിക്കൊന്നും പുതിയ റെസ്റ്റോറന്റ് അല്ലേ? അല്ല, ഈസ്റ്ററിനോട് ആ സമയത്തൊക്കെ ആയിട്ട് തുറന്നതാ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയത് നോമ്പിന്റെ സമയത്താണ്. അതുകൊണ്ട് ഞാൻ ബീഫും അങ്ങനെയൊന്നും കഴിച്ചില്ല. അപ്പൊ അവരെല്ലാവരും എന്നെ കൊതിപ്പിച്ചിട്ട് അവസാനം നോമ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയായിരുന്നു. എനിക്ക് അത് അപ്പോ സെക്കൻഡ് ടൈം കഴിച്ചപ്പോഴും എന്നാ അവര് പറഞ്ഞ സെയിം, അത് ആ കൺസിസ്റ്റൻസിയും ടേസ്റ്റും ഉണ്ടല്ലോ. ആദ്യം കഴിച്ച നമ്മളല്ലേ ചില റെസ്റ്റോറന്റിൽ സെയിം ആൾക്കാർ തന്നെ പോയോ? സെയിം ഗ്രൂപ്പിന്റെ കൂടെ പോയാ. അപ്പൊ ഉണ്ടാക്കിയതാ മോമോസ് എങ്ങനെയുണ്ട്? ഓക്കെ, അല്ല നല്ല രസമുണ്ട്. ചേച്ചി ഉണ്ടാക്കിയാണോ? കണ്ടോ ഇഡലി പാത്രം.
ഞാൻ വിചാരിച്ച ഫ്രോസൺ ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറയട്ടെ, ഫ്രോസൺ ആണല്ലോ. ശരിയാ. ഇത് കോസ്കോന്ന് വാങ്ങുന്ന നല്ല എല്ലാവരുടെയും ഒരു ഫേവറേറ്റ്. റെസ്ലിംഗ് ആണോ? യൂട്യൂബ് തുടങ്ങി യൂട്യൂബിന്റെ റിവ്യൂ നമ്മൾ തളരരുത്. 2 years. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ലേ അവസ്ഥ. യൂട്യൂബിന്റെ റൂൾസ് അത് UK തന്നെയാണോ സംഘടിപ്പിക്കുന്നത്? അതായത് ഈ കണ്ട് ഈ കാഴ്ചക്കാർ യൂട്യൂബരോട് പരാതിപ്പെട്ടതാണ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. എല്ലാരും യൂട്യൂബിലല്ലേ, ഞാൻ ടോക്സിക് ഒന്നും ഇല്ല, പക്ഷേ നല്ല കാര്യം. ഇപ്പൊ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് എന്ന് പറഞ്ഞ എന്തൊക്കെ കോപ്പറായി കാണിക്കുന്നു. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് എന്നെ ഉദ്ദേശിച്ചു. ചേച്ചി എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. മാളും ഇന്നലെ ഞാൻ എടുക്കുന്ന എല്ലാ വീഡിയോ എടി അത് എനിക്കൂടെ അയച്ചേരണേ, എന്റെ ബ്ലോഗിൽ ഇടാരെ, എന്റെ ബ്ലോഗിൽ ഇടാരെ. അങ്ങനെ ഇടുന്നതിന് അങ്ങനെയുണ്ട് ബ്രോ. ഷീപ് ഗോഡ് മൈക്ക് ലൈറ്റ് എവറിത്തിങ്, പക്ഷെ അത് എവിടെയാന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഇന്നലെ ഞാൻ ചോദിച്ചോടി മൈക്ക് ഉണ്ടെങ്കിൽ എടുക്കുന്ന്. ക്യാബാടെ ഒരു ട്രിപ്പിന്റെ വ്ലോഗ് ഇട്ടതാണ്. ആന്നേ, അതായിരുന്നു ലാസ്റ്റ് വ്ലോഗ്. നീ ഉണ്ടായിരുന്നല്ലോ ആദ്യത്തേതും അവസാനത്തതും. എല്ലാരും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അതാണ് അവളുടെ ആദ്യത്തെ. Shono, off. You can off now. Yeah. Thank you. ഇന്നലെ ഇല്ല കുറച്ചെത്താ എന്താ ഞാൻ ബ്രെഡും കടലക്കറിയും കഴിക്കാം. എനിക്ക് പുട്ട് എനിക്ക് ചോറ് വേണം. മാള് വന്ന സ്ഥിതിക്ക് നമുക്ക് വള്ളംകളി തുടങ്ങാം. കുക്കറിൽ ചോറ്, പിന്നെ ബ്രോക്കോളി തോരനുണ്ട്. ഇതെന്താ പുളിരസോ? പുളിരസുണ്ട്, കപ്പുണ്ട്. വിശ്വാസ്, ഈ വിശ്വാസിന്റെ സൂപ്പർ സാധനം കേട്ടോ.
ചേച്ചി കഴിക്കുന്നില്ലേ? ഞാൻ ലെസ്റ്ററിൽ പോയപ്പം അവരുടെ ഒരു ഔട്ട്ലെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രോസൺ ഫുഡൊക്കെ സൂപ്പറാ. ഫ്രോസൺ ആന്നേ പറയത്തില്ല. ജാക്ക് ഫ്രൂട്ട് കേക്ക്, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു. നൈസായിരുന്നു. ഉഴുന്നുവട ഒക്കെ ഉണ്ടായി. എടുക്ക്. എന്നതാടി നിനക്ക് വേണ്ടേ? അത് വേണ്ടെന്ന് ചോറ് കഴിക്കുക. ചോറ് കഴിക്കുമ്പോ ഞാൻ ചോദിച്ചോളാം. മീൻ കറി, സാൽമൺ ഫ്രൈ, കഞ്ഞി, ചോറ്, കഞ്ഞി, പഴം, വാഴ, കടലക്കറി. അമ്മു എത്രയും അമ്മു ഉണ്ടാവുന്നല്ല. This is girls' night. അല്ലേ പ്രിയ ചേച്ചി? അതുമായിട്ട് ബന്ധമില്ല. എല്ലാം ഭക്ഷണം. This is girls' night. അപ്പിയല്ലേ? ഇവളുടെ മാത്രം ഭയങ്കര കളറുള്ള സാധനങ്ങള്. എന്റെ കുറച്ചേ ഉള്ളൂ. മനസ്സിന് ഇങ്ങനെ കാണിക്കുമ്പോ ഒരു കാര്യം പറയാനുണ്ട്. മനസ്സിന് ശുദ്ധി വേണം. മനസ്സിന് ശുദ്ധി ഉണ്ടെങ്കിൽ കളർഫുൾ ആയിരിക്കും. അങ്ങനെയല്ല, നീ എന്ത് കൊറേ സാധനങ്ങൾ എടുത്താ നീ? എന്റെ പ്ലേറ്റ് ഗൈസ്, ഇവിടെ അമ്മുവിന്റെ എണ്ണം കൂടുതലാണ്. ദേനൊരമ്മു എന്നെ ഒരു വാക്ക് ഇത്തിരി നേരെ സംസാരിക്കാൻ ഇവൾ എന്നോട് അനുവദിക്കുന്നില്ല. ഇവളില്ലാത്തപ്പോ എത്ര സമാധാനത്തോടാണ് ഞാൻ അവിടെ ജീവിച്ചത്. ഞാനുണ്ട് ഓരോന്നും അവിടെ വെട്ടിയിട്ട വാഴത്തണ്ട് കണക്ക് അവിടെ ഇവിടെ കിടന്നത്. ഞാനേ ഇല്ലാത്ത വിഷമം ഉണ്ടാക്കി വിഷമിപ്പിക്കുകയായിരുന്നടി. നല്ല വൈബായിരുന്നു. അതാണെങ്കിൽ ഈ ചേച്ചി ഇട്ടിട്ട് പോയ എല്ലാം ദുഃഖപ്പാട്ടുകളല്ലേ. മറ്റേ അലക്സ പ്ലേ ആടലിന്റെ ആളുകളിൽ അതേ സീനായിരുന്നു. അല്ലാതെ പിന്നെ ആ റൊമാൻറ്റിക് ഒക്കെ ഇപ്പൊ ദുഃഖമാണുള്ളി. ജോലി സോങ് ആന്നേ. ലൈൻ കട്ട്. ഓ ലണ്ടനില്ല, അതൊക്കെ സീനാക്കാം. അടുത്ത കണ്ടന്റോളിന്നൊക്കെ. പക്ഷെ എനിക്ക് ഇവളുള്ളോണ്ടേ ഒരു ജാതി സാധനം പറയാൻ പറ്റുന്നില്ല. വല്ലതും പറഞ്ഞപ്പോ ഇടയിൽ കയറി കൊണച്ചോളൂ. ഇവളാണ് ഓരോ പിള്ളേർക്കൊക്കെ ഓരോ വാക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തോന്നുന്നത്. അലീന വന്നതിന് ശേഷം ഇവളുടെ സ്ലാങ് മാറി. അയ്യോ, ഇത് രണ്ടും ഉണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര തെറിയാ. പരസ്പരം സംസാരിക്കുന്നത് ബ്രോ. ഞാൻ അത് മാത്രമേ പക്ഷെ അതൊരു ചീത്തയാണോ? അതൊരു ചീത്തയാണോ? കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങള് 26th നമ്മൾ എവിടെ പോയതാ? വിന്റർ വണ്ടർലാൻഡിൽ പോയി. ഇവിടെ അവിടെ വെച്ച് കണ്ടു. പിറ്റേ ദിവസം വീട്ടിൽ വന്നതേ ഉള്ളൂ. 27-ാം തീയതി ഞാൻ എന്റെ വീട്ടിൽ കേൾക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ അതായത് ഇവര് സഭേരം സംസാരിക്കും. അപ്പൊ ഇവിടെ എന്താണ് അത് ചെയ്യുന്നില്ല. അതായത് അതില്ലാണ്ട് സെന്റൻസ് ഇല്ല. അപ്പൊ ഞാനിരുന്ന് നോക്കോ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യത്തില്ല. ഇവളോട് മാത്രമേ നിന്റെ അടുത്ത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നേ. സംഭവം ട്രിവാൻഡ്രത്ത് അമ്മക്ക് അങ്ങനെ നമ്മളെ വിളിച്ചു അവിടെ പോയി. ഞാൻ സംഭവം നല്ല മര്യാദക്ക് ഇരുന്നപ്പം എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എന്റെ ഒരു കൂട്ടുകാരനെ കിട്ടി ഷെഫീൽഡ് വെച്ച്. അങ്ങനെ പിന്നെ ഞാനും അവനെ ഒരുമിച്ച് അങ്ങ് വിളിച്ചു തുടങ്ങി. യെസ്, ആദിൽ. താങ്ക്സ് ടു ആദിൽ. നമുക്ക് ബാക്കി വരുന്ന ചോറ് നാളെ കഞ്ഞി ആക്കിയാലാ? രാവിലെ പഴഞ്ഞു കുടിച്ചാലാ? തന്നെ സുഖം. പോയടി. ജോലി ഉണ്ടായി. ജോലി ചീഞ്ഞ് മാറും. ആരും ഞാനേ വ്ളോഗ് എടുക്കാൻ വേണ്ടിയേ സ്റ്റാൻഡ് ഒക്കെ ചെയ്ത് ഞാൻ തിന്നാൻ വേണ്ടി ഇങ്ങനെ വച്ചപ്പോഴേക്കും അവള് മാറ്റിക്കളഞ്ഞു. എന്നാ നീ ഒന്ന് എടു. അതും ഇല്ല.
അപ്പൊ നീ പറഞ്ഞത് ജിഷ ചേച്ചി സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കരുതെന്നാണ് അപ്പൊ നീ പറഞ്ഞു വരുന്നത്. അടുത്ത ട്രെയിൻ ഏതെന്ന് നോക്ക്, ഷെഫീൽഡിലോട്ട്. ഗൈസ്, ഞാൻ മര്യാദയ്ക്ക് അഭിലാഷം കണ്ടുകൊണ്ട് കിടക്കണമായിരുന്നു. അപ്പോൾ റിലേ പോയ ഒരുത്തി വന്നിട്ട് ഒക്കെ ഐസ്ക്രീം വേണം പോലും. ഇവിടെ ഒരു അത്രയ്ക്ക് അർബനായിട്ടുള്ള ഏരിയ അല്ലാത്തത് കൊണ്ട് ഒരു 10-15 മിനിറ്റ് നടന്നിട്ടാണ് ഇപ്പോൾ ഒരു ടെസ്കോ കണ്ടുപിടിച്ചത്. അതും 12 മണിക്ക് അടയ്ക്കും. ഏതാണ്ടൊരു 11:30 എങ്ങാണ്ട് ആവുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം കഴിഞ്ഞ വട്ടം വന്നപ്പോൾ മറ്റേ മോഹൻലാലിൻ്റെ മറ്റേ ഫേമസ് സാധനം ഉണ്ടല്ലോ, ഐസ്ക്രീം സംഭവം പഴത്തിൻ്റെ അടുത്തുള്ള, അതെനിക്ക് ചേച്ചി ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുള്ള ഐസ്ക്രീം കൂടെ നമുക്ക് മേടിക്കാം. ആ ഇതന്നെ അതല്ല, ഭയങ്കര കോൾഡാ. അത് സാരല്ല, എന്തായാലും നാളെല്ലാം ഉണ്ടാക്കുള്ളൂ. നാളെല്ലാം ഉണ്ടാക്കും. കവർ വരില്ലേ? ആ ആ ആ പൈസ ഇപ്പോഴേ പകുത്തതുണ്ടോ? 2 കൊണ്ട് ഇവന്റെ സാധനം വാങ്ങിച്ചത് 2 കൊണ്ട് തിരിച്ചു കൊടുക്കുന്ന അടുത്തേക്ക്. എനിക്കിഷ്ടായി. ഗൈസ്, ഞങ്ങള് ഗേൾസ് നൈറ്റ് ആണ്. ഗേൾസ് നൈറ്റ്. മാളു, ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് നടക്കുന്നത്? വെള്ളമടി പാർട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോണം. എങ്ങനെയുണ്ട്? നിന്റെ അടുത്തല്ലല്ലോ, നിനക്ക് എല്ലാം കൊള്ളാമല്ലോ. കുടിക്കരുത്, എക്സ്പെരിമെന്റ് ആണ്. ഓ മൈ കണ്ണിൻ വാതിൽ ചായാതെ കണ്ണാ നിന്നെ കണ്ടോ. ഹാപ്പി വൈബ്സ് ഓൺലി. ആരാരോ ആരാരോ. ഉറങ്ങുന്നില്ല, അഭിനയിക്കുന്നു. നാളെ പുറത്ത് പോവും. എവിടെ പോകുന്നതെന്ന് ചോദിക്കുന്നു.